എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ആലസ്യത്തിൻ്റെയൊക്കെ ദിവസമാണ്. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. ഇന്ന് 11/1/2026 1201 ആണ്ട് ധനുമാസം 27 തീയതിയാണ്. ധനുമാസം വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ധനുമാസത്തിലെ കുളിരും തിരുവാതിരയും ഒക്കെ നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത മകരമാസത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ഫലമൊന്ന് പരിശോധിക്കാം. മേടക്കൂറുകാരുടെ ഫലം ആദ്യമായി പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ചില മീറ്റിങ്ങുകളൊക്കെ വളരെയധികം ഭംഗിയായി നിർവഹിക്കുവാനും അതിൽ നിന്ന് നല്ല അംഗീകാരം ലഭിക്കുവാനും മതിപ്പ് ഉളവാക്കാനും അതിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. സമാധാനമായി ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ തിരക്കേറിയ ഒരു ദിവസമായി കാണുന്നു. കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ചില അസുഖങ്ങൾ വന്ന് പിടിപെടുന്നതുകൊണ്ട് മാനസികമായി സംഘർഷമുണ്ടാകുവാനും അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനും സാമ്പത്തികമായി ചില ചിലവുകൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് അപ്രതീക്ഷിതമായി കുറച്ച് ധനം വന്നു ചേരാനുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. വിവാഹ കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക്, വിവാഹകാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി പോകുന്നവർക്ക്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അതുപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നല്ല ഒരു ദിവസമായിരിക്കും. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമാണ്. എന്നാൽ എല്ലാം മറന്ന് മുൻപോട്ട് പോകാതെ ഇരിക്കുക. 7.5 ശനി കാലമായതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഓരോ ചുവടും വയ്ക്കുക. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലവട്ടം ആലോചിക്കേണ്ടത് അത്യാവശ്യമാണ്. ധനം കടം കൊടുക്കാതിരിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. ധനം കടം കൊടുത്താൽ കിട്ടാൻ സാധ്യത കാണുന്നില്ല. അല്ലെങ്കിൽ തന്നെ കൊടുത്ത ധനം മടക്കി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ആ കാര്യം നോക്കിക്കാണുക. അടുത്തായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും. വളരെയധികം നാളുകളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും, മുടങ്ങിക്കിടന്ന കാര്യങ്ങളും ഒക്കെ പുനരുദ്ധരിക്കുവാനോ പുനരാരംഭിക്കുവാനോ ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന കാര്യമാണ്. അതേപോലെ ഗ്രഹത്തിന് നിർമ്മാണത്തിന് ഒരുങ്ങുന്നവർക്ക്, വസ്തുവകകൾ വിൽക്കാനോ വാങ്ങുവാനോ ഒരുങ്ങുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ചില വാർത്തകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുകൂടാതെ ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും. മുടങ്ങിക്കിടക്കുന്ന ഗവൺമെൻറ് രേഖകളൊക്കെ കിട്ടാതെ ഇരിക്കുന്നവർക്ക് അത് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സന്ദേശം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. എന്നാൽ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രതികൂലമായൊരു ദിവസമായി കാണുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപവാദങ്ങൾക്കോ അപമാനങ്ങൾക്കോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായ ഇടപാടുകൾ ഇന്നത്തെ ദിവസം ഒട്ടും തന്നെ ഉചിതമായിരിക്കുകയില്ല. കലാകാരന്മാർക്ക് പ്രത്യേകിച്ച് സാങ്കേതികമായ വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ വാദ്യോപകരണങ്ങളോ അല്ലെങ്കിൽ സാങ്കേതിക ഉപകരണങ്ങളോ ഒക്കെ കേടുപാടുകൾ സംഭവിക്കുവാനും ചിലവ് വരുവാനും ഒക്കെ സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇഷ്ടജനങ്ങളുമായി സംസർഗത്തിലേർപ്പെടുവാനും ആശയവിനിമയം നടത്തുവാനും സന്തോഷം പങ്കിടാനും ഒക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. വിവാഹാലോചനകൾ മുറുകുന്ന ഒരു ദിവസമാണ് ഇന്ന്. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ കുടുംബങ്ങൾ കൈക്കൊള്ളുന്ന ഒരു ദിവസമായിരിക്കും. കമിതാക്കൾക്ക് ഏറ്റവും നല്ല ഉചിതമായൊരു ദിവസമാണ്. സ്വന്തമായി പാർട്ട്ണറെ തേടുന്നവർക്ക് ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാനുള്ള ഒരു ദിവസവും കൂടിയായിരിക്കും ഇന്ന്. അതേപോലെ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാനുള്ള ഒരു ഊർജ്ജസ്വലത വന്നു ചേരുന്നതാണ്. വൈകുന്നേരത്തോടുകൂടി വളരെ ഉല്ലാസകരമായ പല സന്ദർഭങ്ങളും അല്ലെങ്കിൽ പാർട്ടികൾ പോലെയുള്ളതൊക്കെ പങ്കെടുക്കുവാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്ഷ്യവിഷബാധയ്ക്ക് സാധ്യതയുള്ള ഒരു വൈകുന്നേരമാണ് ഇന്ന്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക. വൃത്തിയും ശുദ്ധിയുമുള്ള ഇടത്തുനിന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരു ശുദ്ധമായ സാഹചര്യം തിരഞ്ഞെടുത്ത്
വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. പുറത്തു നിന്നുള്ള ഭക്ഷണം അത്ര തന്നെ ആരോഗ്യപരമായ ഒരു കാര്യമായിരിക്കില്ല ഇന്ന്. വിശ്രമജീവിതം അനുഭവിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. വൃദ്ധജനങ്ങൾക്ക് മക്കളുടെ അടുത്ത് നിന്ന് സഹായം ലഭിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ സംരക്ഷണം ലഭിക്കുവാനോ ഒക്കെ ഉതകുന്ന ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം വിപരീതമായ ചില ഫലങ്ങളുണ്ടാകുന്ന ദിവസമാണ്. അനാസ്ഥ മൂലവും മടിമൂലവും തൊഴിൽ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്, കായിക രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ആരോഗ്യപരമായ ചില കാര്യങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് മുൻകരുതലുകൾ എടുക്കാൻ മറക്കാതെ ഇരിക്കുക. സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുന്നവർക്ക് നാളേക്ക് ഒരു നല്ല ദിവസമായിരിക്കുമെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കുന്നതായ ചില സംഭാഷണങ്ങളോ മീറ്റിങ്ങുകളോ ഒക്കെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുന്ന ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രതീക്ഷ വരുന്നതാണ്. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, നിയമപാലകർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും വളരെ ഗുണകരമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ കേസ്, വഴക്ക് ഒക്കെ ആയിട്ട് നടക്കുന്നവർക്ക് ഒത്തുതീർപ്പിനുള്ള വഴി തെളിഞ്ഞു വരാൻ സാധ്യതയുണ്ട്. വഴിത്തർക്കങ്ങളോ ഭൂമിപരമായ തർക്കങ്ങളോ സിവിൽ കേസുകളോ ഒക്കെയായി ബന്ധപ്പെട്ട് ഇരിക്കുന്നവർക്ക് ഒത്തുതീർപ്പിലേക്കുള്ള സൂചന ലഭിക്കുകയും മധ്യസ്ഥന്മാർ മുഖേന ഒത്തുതീർപ്പിനെത്താനുള്ള വഴി തെളിഞ്ഞു വരികയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ശാരീരിക അസ്വാസ്ഥ്യം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന തരത്തിലുള്ള പല സമീപനങ്ങളും ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ശമനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. അതുപോലെ ദീർഘയാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. അകലെയുള്ള ബന്ധുക്കൾ അല്ലെങ്കിൽ ഇഷ്ടജനങ്ങൾ വന്നു ചേരുവാനും കൂടിക്കാഴ്ചയ്ക്കും ഒക്കെ വഴിതെളിക്കുന്ന ചില സാഹചര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. സന്താനങ്ങളെക്കുറിച്ചുണ്ടായിരുന്ന മനപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടുന്നതാണ്. എന്നാൽ സന്താനങ്ങളിൽ ചിലർക്ക് ചില അസുഖങ്ങൾ പിടിപെടുന്ന പോലെ മനക്ലേശമുണ്ടാകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും ഇന്ന് ആശ്വാസപ്രദമായ ചില അനുഭവങ്ങളാണ് കാണുന്നത്. എന്നാൽ കച്ചവടക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായി കാണുന്നില്ല. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ശാരീരിക ക്ലേശങ്ങൾക്ക് വഴിതെളിക്കുന്ന യാതൊരു കാര്യത്തിലും ഇടപെടാതിരിക്കുക, ഭാരം എടുക്കാതെ ഇരിക്കുക, മുകളിൽ കയറിയുള്ള ജോലികൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ താഴെ കുഴികളോ അല്ലെങ്കിൽ വെള്ളക്കെട്ടുകളോ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുകയും ചവിട്ടുകയൊക്കെ ചെയ്യുക. ഒടുവ്, ചതവ്, മുറിവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിയുടെ ചില മാനസിക സംഘർഷങ്ങൾ മൂലം നമ്മൾ മനസ്സ് വിഷമിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതേപോലെ പങ്കാളിക്കുണ്ടാകുന്ന നിയമപരമായ ചില നീക്കങ്ങൾ മൂലം മനപ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടെന്ന് മറ്റുള്ളവർ പറയുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് ചില പാളിച്ചകൾ പറ്റുവാനും ജയിൽവാസത്തിന് തന്നെ ഉതകുന്ന ചില കാര്യങ്ങളിലേക്ക് മനസ്സറിയാതെ ചെന്നുപെടാനുമൊക്കെ സാധ്യതയുണ്ട്. കർമ്മഫലമാണ് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം രൂപീകരിക്കുന്നത്. ആരും ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല, ആരും ആരെയും വിമർശിക്കേണ്ടതില്ല. അവരവരുടെ കർമ്മമാണ് അവരവർ അനുഭവിച്ച് കൂട്ടുന്നത്. അതിന് ആർക്കും അതിലൊരു പങ്കുമില്ല. നാം തന്നെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർമ്മശുദ്ധി അല്ലെങ്കിൽ ആത്മശുദ്ധിക്ക് വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് വ്യക്തിപരമായ പ്രശ്നങ്ങളുള്ളവരെ സഹായിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. വളർത്തുമൃഗങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ടുകളോ വളർത്തുമൃഗങ്ങളുമായിട്ടുള്ള ചങ്ങാത്തമോ അവയുമായിട്ടുള്ള കളിയൊക്കെ ഇന്നത്തെ ദിവസം നിർത്തിവെക്കേണ്ടത് അത്യാവശ്യമാണ്. മൃഗങ്ങളിൽ നിന്ന് കടിയേൽക്കുവാനോ അല്ലെങ്കിൽ വിഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. രാത്രി യാത്ര തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം ഒഴിവാക്കേണ്ടതാണ്. വിഷഭയം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. യാതൊരു വിപരീത ഫലവും ഉണ്ടാവുകയില്ല. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം
വളരെയധികം സംഘർഷങ്ങളുണ്ടാകുന്ന ദിവസമാണ്. മാനസികമായ പ്രയാസങ്ങൾക്ക് പുറമെ ആത്മപീഡ വരുത്തുന്ന രീതിയിലുള്ള സ്വന്തക്കാരുടെയോ പങ്കാളികളുടെയോ ഇടപാട് മൂലം മനസ്സിന് ക്ലേശമുണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമായിരിക്കുമെന്ന്. കച്ചവടക്കാർക്ക് അത്ര തന്നെ വിജയകരമായൊരു ദിവസമായിരിക്കുകയില്ല. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അല്പം ലാഭം കിട്ടിയേക്കാമെങ്കിലും രാവിലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ലാഭമായി കണക്കാക്കാൻ പറ്റുകയില്ല. ഇന്ന് പണമിടപാടുകൾ നടത്തുന്നത് നിർത്തിവെക്കുന്നത് വളരെ അനുകൂലമായിരിക്കും. പണ സംബന്ധമായ ചില തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. മോഷണത്തിന് വിധേയരാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. രാഷ്ട്രീയക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അപവാദ ചുഴിയിൽ ഏർപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ നിയമപാലകർ ശ്രദ്ധിക്കുക. അപവാദങ്ങൾ ഉണ്ടാകുവാനോ മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രീഭവിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. പങ്കാളിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മൂലവും ചില വൈഷമ്യങ്ങൾ അനുഭവിക്കുകയും ധനനഷ്ടമുണ്ടാവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ പല നല്ല സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഇടപെടൽ മൂലം നമുക്ക് ആശ്വാസകരമായ ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് തെളിഞ്ഞു വരുന്നതായി കണ്ട് ആശ്വാസം ലഭിക്കുന്നതാണ്. വൈകുന്നേരത്തോടുകൂടി സംഘർഷങ്ങളെല്ലാം കുറഞ്ഞ് സമാധാനപ്പെടാൻ സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും സന്തോഷകരമായ ഒരു ഭാവി ജീവിതത്തിലേക്ക് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. പഴയ സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും പുതിയ സുഹൃത്തുക്കളുമായി ചങ്ങാത്തം സ്ഥാപിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. എപ്പോഴും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ലോകത്ത് എല്ലാവരും പരസ്പരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് അടുക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും തരത്തിലുള്ള സ്വാർത്ഥ ലാഭങ്ങളുണ്ട്. എല്ലാ സ്നേഹങ്ങൾക്കും സ്വാർത്ഥ ലാഭങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമോഷണൽ ഡിസിഷൻ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വൈകാരികമായ തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. എഴുത്തുകാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല ദിവസമായിരിക്കും. അതേപോലെ സിനിമ, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാകാരന്മാർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, ഉല്ലാസയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അല്ലെങ്കിൽ വിദേശയാത്രയ്ക്ക് പോകാൻ ഒരുങ്ങുന്നവർക്കൊക്കെ ആശ്വാസകരമായ സമീപനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്ന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ വാഹനത്തിന് ചില റിപ്പയറുകളോ മറ്റോ വരാൻ സാധ്യതയുണ്ട്. വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ധൃതി വച്ചോ അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെയോ വാഹനം ഓടിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ തീർച്ചയായും മറ്റ് വാഹനങ്ങളെ അഭയം പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. വാഹനത്തിൽ നിന്ന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. അതുപോലെ കുടുംബത്തിൽ ഉള്ളവരോ അല്ലെങ്കിൽ സഹായികൾക്കോ ഒക്കെ പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. വളരെ തിരക്കേറിയ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. എന്നാൽ നാളേക്ക് വളരെയധികം പ്രതീക്ഷ വരുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ ലഭിക്കുവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്ന സന്താനങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളാൻ ഉതകുന്ന രീതിയിലുള്ള ചില സാഹചര്യങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതേപോലെ സന്താനങ്ങളുടെ ഉന്നമനം, സന്താനങ്ങളുടെ അല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകൾക്ക് പേരക്കുട്ടികളുടെ ഉയർച്ച, വിവാഹ കാര്യങ്ങളുടെ തീരുമാനമൊക്കെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാനായിട്ട് സാധ്യത കാണുന്നു. എന്നാൽ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മാതൃതുല്യരായ ആളുകൾക്കൊക്കെ അരിഷ്ടത വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരുന്ന ഒരു ദിവസമാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇത് സാധ്യമാണ്. ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുവാനായിട്ടുള്ള ചില പുതിയ രീതികൾ സ്വീകരിക്കുവാനും സാഹചര്യം തെളിഞ്ഞു കാണുന്നു. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസകരമായ ഒരുപാട് അനുഭവങ്ങൾ വൈകുന്നേരത്തോടു കൂടി ലഭിക്കുന്നതാണ്. എന്നാൽ പകൽ മുഴുവൻ മൗഢ്യം നിറഞ്ഞൊരു ദിവസമായിരിക്കും. നിരാശ ഉണ്ടാക്കുന്ന പല ചിന്തകളും മനസ്സിനെ അലട്ടുന്ന ഒരു ദിവസമായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് വിവാഹ കാര്യങ്ങൾ നടക്കാൻ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. കമിതാക്കൾക്ക് ഏറ്റവും അനുചിതമായ ദിവസമായിരിക്കും. പഴയ
സുഹൃത്തുക്കളോ പഴയ പങ്കാളിയോ തിരിച്ചു വരുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. നിയമപരമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീർക്കാനും അവസാനിപ്പിക്കാനുമൊക്കെയുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നൊരു ദിവസമാണ് ഇന്ന്. വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർക്ക് വളരെയധികം ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളാൻ ഉതകുന്ന രീതിയിലുള്ള ഉയർച്ച ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ആശ്വാസം ലഭിക്കുന്ന രീതിയിലുള്ള കൂട്ടുകെട്ടുകളോ അല്ലെങ്കിൽ ഗുരുതുല്യരായ ആൾക്കാരുമായിട്ടുള്ള സംസർഗമോ കൊണ്ട് മനസമാധാനം വീണ്ടെടുക്കാനായിട്ട് ഉതകുന്ന സാഹചര്യം തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. പ്രത്യേകിച്ച് ചതയം നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഒരു സ്ഥലം മാറ്റത്തിനോ അല്ലെങ്കിൽ ഒരു തൊഴിൽ മാറ്റത്തിനോ തൊഴിൽ സ്ഥാനമാറ്റത്തിനോ ഒക്കെ ശ്രമിക്കാൻ പ്രേരിതമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. വളരെ അനുചിതമായ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും. നിയമപാലകർക്കോ അല്ലെങ്കിൽ നിയമപരമായ ജോലികൾ ചെയ്യുന്നവർക്കോ ഒക്കെ ഇത്തരത്തിലുള്ള ഒരു അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഇന്ന്. കയറ്റുമതി ഇറക്കുമതി ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ലാഭകരമായ ഒരു സാഹചര്യം തെളിഞ്ഞു വരാൻ സാധ്യതയുള്ള ദിവസമാണ്. പുതിയ ജീവിത പങ്കാളിയോ പുതിയ തൊഴിൽ പങ്കാളിയോ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി അവരെ ഒന്ന് പഠിച്ചിട്ട് അവരെ അതിലേക്ക് ആനയിക്കേണ്ടതാണ്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് വളരെ ആശ്വാസകരമായൊരു ദിവസവും കൂടിയാണ് ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ ഒരു ദിവസമായിരിക്കും. ശാരീരിക അധ്വാനം കൂടുന്ന ദിവസമാണ്. ഗൃഹത്തിൽ മോടി പിടിപ്പിക്കുന്നതിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഗൃഹത്തിനെ പുനരുദ്ധരിപ്പിക്കുന്നതിനോടനുബന്ധിച്ചോ ഒക്കെ ആ ശാരീരിക ക്ലേശങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. നേർച്ചകൾ വഴിപാടുകളൊക്കെ നടത്തി മനസ്സിന് ആശ്വാസം ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. ദൂരെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. വിദേശത്തുള്ള ബന്ധുക്കൾക്ക് വേണ്ടി ധനം ചെലവാക്കുവാനും അവരിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന് വിദേശികൾക്ക്, വിദേശത്തിൽ ജോലി ചെയ്യുന്നവർക്ക്, അതുപോലെ വിദേശവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. പെട്ടെന്ന് ധൃതിയിൽ ഒരു കാര്യവും ചെയ്യാതെ ഇരിക്കുക. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ സാധ്യതയുള്ള ദിവസമാണ്. കാരണം ജന്മശനി കൂടി ആയതുകൊണ്ട് അതിൽ ചില മാറ്റങ്ങൾ ഇന്നത്തെ ദിവസം ചില ഗ്രഹങ്ങളുടെയും ഗുളികൻ്റെയും ഒക്കെ നിമിത്ത ലക്ഷണം വെച്ച് ചില അപകട സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമായതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഓരോ കാര്യവും കൈകാര്യം ചെയ്യുക. സന്താനങ്ങൾക്ക് വളരെ നല്ല ദിവസമായിരിക്കുമെന്ന്, അതുപോലെ സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിലുള്ള ഒരു നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതായൊരു സാഹചര്യം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. മൊത്തത്തിൽ മീനക്കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ സാമ്പത്തിക ഭദ്രതയും അതേപോലെ പ്രതീക്ഷയുമൊക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും. മറ്റു കാര്യങ്ങൾക്ക് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ഈശ്വരനാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. പ്രയർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല ഔഷധം. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമുക്കെല്ലാവർക്കും ഈശ്വരാധീനം വേണ്ടുവോളം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.